ചിക്കൻ ഞാൻ അരമണിക്കൂർ ആയി ഇപ്പോൾ ഇത് മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടിയില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിന ഒക്കെ കൂടി തൈരും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായത്. ഇതൊരു കുറച്ച് പേർക്ക്, ഈ 15 ആൾ കുറച്ച് പേർക്ക് നമുക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനുണ്ട്. അവർക്കുള്ളതാണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സബോള വറുത്തിട്ട ആ സബോളയും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ടാണ് കുക്ക് ചെയ്യുക. അപ്പം ഞാൻ മുളക് പൊടിയൊക്കെ ഒരു 2 സ്പൂണാണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, മസാലപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ വീതം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, സബോള അതേ ഇങ്ങനെ ഒരു ട്രിപ്പ് ഇട്ടത് ശ്രദ്ധ അങ്ങോട്ട് തെറ്റിയപ്പോൾ കരിഞ്ഞു പോയി. ഇപ്പോൾ ഇതേ അടുത്ത ട്രിപ്പ് ഇട്ടത് ആവാറായിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിലേക്ക് സബോളയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സബോള ഇട്ടിട്ട് നമുക്കതൊന്നും കൂടി കുഴച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനൊരു 4 സബോള ഇപ്പോൾ ഈ ഒരു അളവിലേക്ക് എടുത്തേക്കുന്നത്. ഈ ചിക്കൻ്റെ അളവെന്ന് വെച്ചാൽ ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ടായിരിക്കും. ചിക്കൻ നമ്മൾ അടുപ്പത്തിടാൻ പോവാണ് കേട്ടോ. ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീനച്ചട്ടിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ചിക്കനിൽ ഒഴിക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളം മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഒഴിക്കുള്ളൂ. പിന്നെ ഈ ഫ്രൈ പാനിലാണ് ഇതൊക്കെ, ഒരു പാത്രത്തിൽ നമ്മളിത് മസാല തേച്ച് വെച്ചിട്ടുണ്ടാകുന്നല്ലോ, അത് മാത്രം ഒന്ന് ആ മസാലയുടെ അത് ഒന്ന് ഒരു 1/4 ഗ്ലാസ് വേണ്ട, സ്വല്പം വെള്ളത്തിൽ നമ്മൾ ഇതാക്കി എടുക്കണം. ചിക്കൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മസാല തേച്ച് വെച്ച പാത്രത്തിൻ്റെ ഒരു കുറച്ച് മാത്രം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മൂടി വെച്ച് നമുക്ക് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. നല്ല സ്പീഡിലാണ്, നല്ല ഫുള്ളിൽ ഞാൻ ഗ്യാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി തിളച്ചൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്മിലിടാം. അങ്ങനെ ദേ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെടാൻ വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.